ആന്ധ്രാപ്രദേശിലെ പാവഗഡ എന്ന് പറയുന്ന സ്ഥലത്താണ്. അവിടെ ഒരു അമ്പലത്തിൻ്റെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നു. മണിയൊക്കെ അടിക്കുന്നുണ്ട്. ഇതാണ് പാവക്കട സർക്കിൾ എന്ന് പറഞ്ഞ സ്ഥലം. ഇപ്പോൾ രാത്രി കാരണം നല്ല വിജനമായിരിക്കുകയാണ്. ഇവിടെ സൈഡിലായിട്ട് ഒരു അമ്പലമുണ്ട്. ഞാൻ വരണ സമയത്ത് അമ്പലത്തിൽ പൂജയൊക്കെ ഉണ്ടായിരുന്നു. മണി അടിക്കുന്ന സൗണ്ടൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു. ഇവിടുന്ന് ബാംഗ്ലൂർക്ക് നേരിട്ടിട്ട് ബസ്സൊക്കെ വിട്ടിട്ടാ. ഈ പാവക്കട എന്ന് പറഞ്ഞ സ്ഥലം, പാവഗഡ, ഈ സ്ഥലം ആന്ധ്രാപ്രദേശിലാണ്. ആന്ധ്രയുടെ കർണാടകത്തിൻ്റെ അതിർത്തിയാണ്. ആന്ധ്രയ്ക്ക് ജസ്റ്റ് കയറിയിട്ടുള്ളൂ. എന്നാ മാലകളൊക്കെ ഇട്ടിരിക്കുന്നത്. ഇവിടെ ഒരു ലോഡ്ജ് ഉണ്ട്, അതിലാണ് ഞാൻ താമസിക്കുന്നത്. റൂം എടുത്തിരിക്കുന്നതൊക്കെ നല്ല അടിപൊളി റൂമാണ്. ഞാനിപ്പോൾ താമസിക്കുന്ന ലോഡ്ജിൻ്റെ മുകളിലാണ്. ഇവിടെ നിന്ന് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു പാവക്കട സർക്കിളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ വന്നിട്ടാണ് ബസ്സുകളൊക്കെ നിർത്തുക. അതേപോലെ ബാംഗ്ലൂർക്ക് പോകുന്ന ബസ്സുകളും ബാംഗ്ലൂരിൽ നിന്ന് പാവക്കട വരെ വരുന്ന ബസ്സുകളൊക്കെ ഈ വഴിയാണ് വരിക. ഈ ഒരു കോറിഡോറിലൂടെ പോയിട്ട് ഏറ്റവും അവസാനത്തെ റൂമാണ് എൻ്റേത്, 201. ഇതാണ് എൻ്റെ റൂം. കൊള്ളാം. ടി വി ഒന്നുമില്ല, നല്ല അടിപൊളി റൂമാണ്. കൊള്ളാം, നല്ല അടിപൊളി റൂമാണ്. ഇവിടുന്ന് ഈ സാധനമൊക്കെ തുറന്നു കഴിഞ്ഞാൽ ഇവിടെ വെന്റിലേഷനൊക്കെ ഉണ്ട്. പാവക്കട ബസ് സ്റ്റാൻഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് വേണം ഇനി മടക്കസിറയ്ക്കുള്ള ബസ് കിട്ടിയിട്ട് ബസ്സിൽ പോകാൻ വേണ്ടിയിട്ട്. മടക്കസിറ ടൗണിൽ ഇങ്ങനെയാണ്. ടൗൺ എന്താ പറയാൻ പറ്റില്ല, ചെറിയൊരു ടൗണാണ്. പൂമാല കച്ചവടം, പിന്നെ പൂക്കച്ചവടം, അങ്ങനെയൊക്കെ തനി ഗ്രാമാന്തരീക്ഷം. ഇങ്ങനെയൊക്കെ കഴിക്കണം. ഇവിടെ ചെറിയ ഇങ്ങനെ തട്ടുകടകൾ മാത്രമേ ഉള്ളൂ, നല്ല ഹോട്ടലൊന്നും അങ്ങനെ ഇല്ല. വൃത്തിയുടെ കാര്യം ഒന്ന് പറഞ്ഞ കേട്ടോ, ഒക്കെ കണക്കാണ്. മടക്കസിറ സർക്കിളിൽ ഒരാളുടെ പ്രതിമ വെച്ചിട്ടുണ്ട്. ആരെയാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഇവിടെ പൂക്കച്ചവടങ്ങളൊക്കെ തകർത്തിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം മടക്കസിറ ടൗണിലാണ്. മടക്കസിറ ടൗൺ എന്നൊന്നും പറയാൻ പറ്റില്ല, ചെറിയൊരു 4 കൂടി വഴി. അവിടെ കുറച്ച് കടകളുണ്ട് എന്ന് തന്നെയുള്ളൂ. വലിയ ടൗണ് അങ്ങനെ സംഭവമൊന്നുമില്ല. ഈ ഒരു ഇത് കഴിഞ്ഞാൽ ഞാനിപ്പോൾ മടക്കസിറ എന്ന് പറയുന്ന സ്ഥലത്താണ്. വലിയ ടൗണല്ല എങ്കിലും അത്യാവശ്യം കടകളൊക്കെ ഉണ്ട്. ഇതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ഒരു മല കാണുന്നുണ്ട്, വലിയൊരു മല. അതിൻ്റെ മീതൊരു ഗോപുരമൊക്കെ അവർ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. ഗോപുരമാണ് എന്തോ, ഫ്രീ ആയിട്ട് കിട്ടുമ്പോൾ അത് കയറി നോക്കണം. ഒരു കോട്ടയൊക്കെ പണിതിട്ടുണ്ട് തോന്നുന്നു അവർ. ഒന്ന് കയറി നോക്കണം ഒരു ഫ്രീ സമയം കിട്ടുമ്പോൾ. ഈ പച്ച ബസ് വരുന്നത് ആന്ധ്രാപ്രദേശിൻ്റെ ബസ്സാണ് കേട്ടോ. ഇവിടെ നിന്ന് പാവക്കട എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകാൻ നിൽക്കുകയാണ് ഞാൻ. കുറേ നേരമായി നിൽക്കുന്നത്, ബസ്സൊന്നും കിട്ടിയിട്ടില്ല. ബസ് കിട്ടിയിട്ട് വേണം പാവക്കടയ്ക്ക് വേണ്ടിയിട്ട്. ഇത് ഇവിടുത്തെ പ്രൈവറ്റ് ബസ്സാണ്. ഞാൻ KSRTC നോക്കിയിട്ടാണ് നിൽക്കുന്നത്. കർണാടകയുടെ KSRTC. കർണാടകയുടെ ഒരു KSRTC ബസ് അവിടെ നിൽക്കുന്ന നോക്കൂ. അത് നേരെ ബാംഗ്ലൂർക്ക് മിക്കവാറും പോകുന്ന വണ്ടിയായിരിക്കും. പാവക്കട ധർമ്മസ്ഥല, പാവക്കട ധർമ്മസ്ഥല അങ്ങനെ പോകുന്ന വണ്ടിയാണ്. ബാംഗ്ലൂർക്ക് പോകുന്നില്ല. ഇവിടെ നിന്ന് ഇതുപോലുള്ള കുറേ ബസ്സുകൾ ബാംഗ്ലൂർക്ക് പോകുന്നുണ്ട്. ഇവിടെ ഉള്ളവർക്കൊക്കെ ഭയങ്കര വലിയ വിശ്വാസം ഉണ്ടോ. ഇവിടെ കുറച്ച് അമ്പലങ്ങളുണ്ട്. ശ്രീ പൂജമ്മ ദേവി ടെമ്പിള്, ശ്രീ നന്ദിമർമ്മ ടെമ്പിള്. പക്ഷെ ഇവിടുത്തെ അമ്പലങ്ങളൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. അമ്പലത്തിൻ്റെ മീതെ കുറേ വിഗ്രഹങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. അത് നല്ല കളർഫുള്ളായിട്ട്. അമ്പലത്തിൻ്റെ പിന്നിലായിട്ട് വലിയൊരു കുന്നുകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ആ കുന്നിൻ്റെ മീതെ ഒരു ശിവക്ഷേത്രം ഉണ്ടെന്നാണ് പറയുന്നത്. സൺഡേ ലീവ് നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഫ്രീ ടൈം കിട്ടുന്നുണ്ടെങ്കിൽ ഒന്ന് പോകണം. முறை இருந்தா நம்ம ஸ்லோ பண்ணிடுவோம். மூமெண்ட் தெரியும். அங்கே போ